മാസജാതകം മിഥുനം ജൂലൈ 2025 പൊതുവായത് മിഥുനം രാശിഫലം 2025 ജൂലൈയിൽ പോസിറ്റീവും വെല്ലുവിളി നിറഞ്ഞതുമായ വശങ്ങളുടെ മിശ്രിതത്തോടെ ശരാശരി ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഭാവങ്ങളിലൂടെയുള്ള സൂര്യന്റെ സഞ്ചാരം അനുകൂലമല്ല, അതേസമയം മൂന്നാം ഭാവത്തിൽ ചൊവ്വ നല്ല ഫലങ്ങൾ നൽകുന്നു. പ്രത്യേകിച്ച് ജൂലൈ 28 മുമ്പ്. ഈ തീയതിക്ക് ശേഷം ഫലങ്ങൾ ദുർബലമായേക്കാം. രണ്ടാം ഭാവത്തിലൂടെയുള്ള ബുധന്റെ സഞ്ചാരം പൊതുവെ പ്രയോജനകരമാണ്, പക്ഷേ ജൂലൈ 18 ശേഷമുള്ള അതിന്റെ പിന്തിരിപ്പൻ ചലനം അതിന്റെ ഫലപ്രാപ്തി കുറയ്ക്കും. വ്യാഴത്തിന്റെ സ്ഥാനം സമ്മിശ്ര ഫലങ്ങൾ നൽകുന്നു. അതേസമയം കേതുവിന്റെ സംക്രമണം അനുകൂലമായിരിക്കും, പ്രത്യേകിച്ച് ജൂലൈ 19 ശേഷം. കരിയറിൽ അപ്രതീക്ഷിത പോസിറ്റീവ് ഫലങ്ങൾ ഉണ്ടാകാം, പ്രത്യേകിച്ചും ജോലിയുമായി ബന്ധപ്പെട്ട യാത്ര, ജോലികൾ എന്നിവ സംബന്ധിച്ച്. ജൂലൈ 18 വരെ ബിസിനസ് അനുകൂലമായിരിക്കും, പക്ഷേ ബുധൻ പിന്നോക്കം പോയ ശേഷം ഫലങ്ങൾ ദുർബലമായേക്കാം. ജോലി ചെയ്യുന്ന മിഥുനം രാശിക്കാർ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കും, എന്നിരുന്നാലും സഹപ്രവർത്തകരുമായി പിരിമുറുക്കങ്ങൾ ഉണ്ടാകാം, പ്രത്യേകിച്ചും ജൂലൈ പകുതിക്ക് ശേഷം. ഗാർഹിക പ്രശ്നങ്ങൾ തൊഴിൽ ജീവിതത്തെ ബാധിച്ചേക്കാം. മൊത്തത്തിൽ കരിയർ കാഴ്ചപ്പാട് ശരാശരിയാണ്, തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾ മികച്ച ഫലങ്ങൾ കാണുന്നു. വിദ്യാഭ്യാസത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾ ശുക്രനിൽ നിന്നുള്ള ചില വ്യതിചലനങ്ങൾക്കിടയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിജയിക്കും. ഉന്നത വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 18 മുമ്പ് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പ്രധാനമായും ചൊവ്വയുടെയും ശനിയുടെയും സ്വാധീനം കാരണം ജൂലൈ 28 ശേഷം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാമെങ്കിലും കുടുംബജീവിതം സുസ്ഥിരമായിരിക്കും. വ്യക്തമായ ആശയവിനിമയം ഐക്യം നിലനിർത്താൻ സഹായിക്കും. പ്രണയത്തിലും വിവാഹത്തിലും ശുക്രൻ പ്രണയബന്ധങ്ങളെ പിന്തുണയ്ക്കുന്നു, എന്നിരുന്നാലും ജോലി പ്രതിബദ്ധതകൾ കാരണം ശാരീരിക അകലം ഉണ്ടാകാം. ചൊവ്വയുടെയും ശനിയുടെയും സംയോജിത പ്രഭാവം കാരണം ജൂലൈ 28 ശേഷം തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. സാമ്പത്തികമായി മിഥുനം രാശിക്കാർക്ക് നല്ല ലാഭം പ്രതീക്ഷിക്കാം, പ്രത്യേകിച്ച് ജൂലൈ 18 മുമ്പ്. സമ്പാദ്യത്തിനും നിക്ഷേപത്തിനും അനുകൂലമായ സാഹചര്യങ്ങൾ. ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകളൊന്നുമില്ല. പക്ഷേ തലവേദന, വയറ്റിലെ അസ്വസ്ഥത, കണ്ണിലെ അസ്വസ്ഥത തുടങ്ങിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പ്രത്യേകിച്ച് മാസത്തിന്റെ ആദ്യ പകുതിയിൽ. ബുധന്റെ പിന്തിരിപ്പൻ സ്വഭാവം ക്രമരഹിതമായ ഭക്ഷണശീലത്തിലേക്ക് നയിച്ചേക്കാം. പതിവായ വ്യായാമവും ആരോഗ്യകരമായ ഭക്ഷണശീലവും ക്ഷേമം നിലനിർത്താൻ സഹായിക്കും. പ്രതിവിധി: കുങ്കുമം കലർത്തിയ വെള്ളം പതിവായി സൂര്യദേവൻ സമർപ്പിക്കുക.